ഓം ശാന്തി. സന്ധ്യാവന്ദന യോഗത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ കേട്ടുവല്ലോ. ഇന്നിനി നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് യോഗനിദ്ര, നമുക്ക് ഉറക്കം ഏറ്റവും സുഖകരമാക്കി മാറ്റാൻ ഏത് വിധിയിലൂടെ നമ്മൾ ഉറങ്ങണം, അതും ഭഗവാൻ പറയണ്ടേ. ഈശ്വരൻ പറയണേ, ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാ ഭാരവും എനിക്ക് സമർപ്പിച്ചിട്ട് കിടക്കും. കുറേയധികം പേർക്ക് കംപ്ലൈൻ്റ് ആണല്ലോ, രാത്രി ഉറക്കം വരണില്ല. പലരും ഗുളിക കഴിച്ചിട്ട് ഉറങ്ങുന്നവരുണ്ട്, ചിലർ ഉറക്കം വരാതെ എഴുന്നേറ്റ് നടക്കുന്നവരുണ്ട്. ഉറക്കം വരാത്ത കാരണത്താൽ തന്നെ മനസ്സ് ഡിസ്റ്റർബായി പിന്നെ മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുന്നവരുണ്ട്. രണ്ട് കാരണം: മനസ്സ് അസ്വസ്ഥമാകുന്നത് കൊണ്ട്, അസ്വസ്ഥമായത് കാരണം ഉറക്കം വരാതിരിക്കുക. ഇനി ഉറക്കം വരുന്നില്ല എന്നുള്ളത് ചിന്തിച്ച് ശരീരവും മനസ്സും വീണ്ടും രോഗത്തിലേക്ക് പോവുക. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും മാറാൻ നിങ്ങൾ ഡെയിലി രാജയോഗ ധ്യാനം, ഭഗവാൻ നമുക്ക് നൽകുന്ന ഈ ജീവിതശൈലി, രാജയോഗി ജീവിതശൈലി പ്രോപ്പറായിട്ട് ചെയ്താൽ, അതിരാവിലത്തെ മെഡിറ്റേഷൻ, അതിരാവിലെ തന്നെ നമ്മൾ ഈശ്വരീയ സത്സംഗം കേൾക്കുക, എല്ലാ 1 മണിക്കൂറിലും 1 നിമിഷം ട്രാഫിക് കൺട്രോൾ, വിചാരങ്ങളെ നിയന്ത്രിക്കാൻ 1 നിമിഷം പരമാത്മാവിൻ്റെ അടുത്ത് പോയി വരുന്ന അഭ്യാസം ചെയ്യുക. പിന്നെ സന്ധ്യായോഗം ചെയ്ത് നോക്കൂ, മെഡിറ്റേഷൻ. ഇനി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ഉറങ്ങാൻ പോകുമ്പോൾ ഉറങ്ങാനായിട്ടുള്ള ഡ്രസ്സ് ഇടുമല്ലോ, ടൈറ്റ് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ഡ്രസ്സ് എടുത്തിടും. അഴുക്ക് പിടിച്ച ഡ്രസ്സോടെ, ഫുൾ ഡേ ഉപയോഗിച്ച ഡ്രസ്സോടെ പോയി കിടക്കില്ലല്ലോ. ഒന്ന് കുളിച്ച് ഫ്രഷായി രാത്രി ലൂസ് ഡ്രസ്സ് ഇട്ടിട്ടാണ് കിടക്കുക. അതേപോലെ നമ്മുടെ മൈൻഡിനെ നമുക്ക് ക്ലീൻ ചെയ്ത് ലൂസായിട്ട് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് വേണം ഉറങ്ങാൻ പോകാൻ. അതിനെന്ത് ചെയ്യണം? എന്താണോ ഫിസിക്കൽ ദിനചര്യ അത് നിങ്ങൾ ചെയ്യുക. കുളിക്കുന്നവരാണെങ്കിൽ കുളിക്കുക, അല്ലെങ്കിൽ കൈകാൽ മുഖം കഴുകി ബ്രഷ് ചെയ്യുന്ന നല്ല ശീലം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അതെല്ലാം ചെയ്തതിന് ശേഷം കിടക്കയിൽ നിങ്ങൾ വന്ന് ഇരുന്നിട്ട്, എവിടെയാണോ നിങ്ങൾ കിടക്കാൻ പോണേ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ടും ഉറങ്ങാൻ തയ്യാറാകണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം? പിന്നെ കിടക്കയിൽ വന്നതിന് ശേഷം പിന്നെ ഫോൺ ചെയ്യരുത്. കിടക്കയിൽ വന്നതിന് ശേഷം ചാറ്റ് ചെയ്യരുത്. കിടക്കയിൽ വന്നതിന് ശേഷം യൂട്യൂബോ എന്തായിക്കോട്ടെ, ഫോണെന്ന് പറയുന്ന സാധനം പിന്നെ ഉപയോഗിക്കരുത്. അത് നിങ്ങൾക്കറിയാലോ, കഴിയുന്നതും ഫോണ്, സിസ്റ്റർ പറഞ്ഞു എന്ന് തോന്നുന്ന ഏതോ ഒരു എപ്പിസോഡിൽ, നമ്മൾ മാക്സിമം ഫോണിൻ്റെ ഉപയോഗം 6 മണിക്കുള്ളിൽ തീർക്കുക. എത്ര ഫോൺ വിളിക്കാനുണ്ടോ, അറ്റൻഡ് ചെയ്യാനുണ്ടോ, എല്ലാ കാര്യവ്യവഹാരങ്ങളും, മെയിലാണെങ്കിലും സെർച്ച് എന്തൊക്കെ ഉണ്ടോ, വൈകുന്നേരം 6 മണിക്കുള്ളിൽ എല്ലാം പൂർത്തിയാക്കും. നിങ്ങൾ ജീവജാലങ്ങളെ നോക്കൂ. സന്ധ്യയാകുമ്പോൾ എല്ലാ ജീവികളും താനെ കൂടണേന കണ്ടിട്ടില്ലേ? പക്ഷികളും മൃഗങ്ങളും, അവരെ ആരും അടിച്ചു പിടിച്ച് കൂട്ടിക്കയറ്റുകയല്ലോ. കൂടില്ലാത്തവരും കൂടണേനുണ്ട് ഏതെങ്കിലും ഒരു കൂട്ടിലേക്ക്. സൂര്യ അസ്തമനത്തിന് ശേഷം 6 മണിക്ക് ശേഷം പ്രകൃതിദത്തമായ സംസ്കാരം അവർക്കെല്ലാം ഉണ്ട്. എല്ലാ ആക്ടിവിറ്റിയും കുറയും. അതിരാവിലെ 2 മണി മുതൽ എഴുന്നേൽക്കുന്ന ഉണരുന്ന ജീവികളുണ്ട്, പക്ഷികളുണ്ട്, വിടരുന്ന പൂക്കളുണ്ട്, അല്ലേ? അപ്പോൾ പ്രകൃതിയിലെ സർവ്വസസ്യലതാദികളും ജീവജാലങ്ങളും ഈ യൂണിവേഴ്സിന്, ഈ പ്രപഞ്ചത്തിന്, ഈ നാടകശാലയ്ക്ക് അനുസൃതമായ ജീവിതമാണ് ജീവിക്കണം. അവരുടെ ദിനചര്യ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ചതാണ്. പക്ഷേ മാനവൻ്റെ ദിനചര്യയും അതുപോലെയായിരുന്നു. നമ്മൾ കാലചക്രത്തിൽ കണ്ടുവല്ലോ, സത്യത്രൈദൈകത്തിൽ നമ്മൾ നോക്കിയ അരക്കൽപ്പം ഈ ഭൂമിയിൽ മാനവ ജീവിതവും അതേപോലെയായിരുന്നു. മനുഷ്യൻ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ച ജീവിതചര്യയായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? നമ്മൾ ഇറക്കം കണ്ടല്ലോ, പടിയിറക്കം. ദ്വാപരയുഗം മുതൽ നമ്മുടെ ആത്മബോധത്തിൻ്റെ പടിയിറക്കം സംഭവിച്ചപ്പോഴാണ്, ശരീരബോധത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ദിനചര്യയും തലകീഴാകാൻ തുടങ്ങി. അതുകൊണ്ടിപ്പോൾ ഭഗവാൻ പറയണത്, നമുക്ക് രാത്രി ഉറക്കം ശരിയാകണമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നത് വരെ നമ്മുടെ ദിനചര്യ ആദ്യം പ്രോപ്പറായിരിക്കണം, വിധിപൂർവമായിരിക്കണം. എന്നാലേ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ശരിയായിട്ട് ഉറക്കം വരുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാവിലെ മുതൽ വൈകുന്നവരെ നമ്മൾ ആരുടെ കൂടെയൊക്കെ ഇടപഴകിയോ
ആരുടെ കൂടെ സംസാരിച്ചോ, ഇടപെട്ടോ, കൊടുക്കൽ വാങ്ങൽ ചെയ്തോ, അതിന് നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. മനസ്സുകൊണ്ടോ, വാക്കുകൊണ്ടോ, പ്രവൃത്തി കൊണ്ടോ, പെരുമാറ്റം കൊണ്ടോ, ശരീരം കൊണ്ടോ, മനസ്സുകൊണ്ടോ, ധനം കൊണ്ടോ, നമ്മുടെ പൊസിഷൻ കൊണ്ടോ, നമ്മുടെ അധികാരം കൊണ്ടോ, നമ്മുടെ കയ്യിലുള്ള സാമഗ്രികൾ കൊണ്ടോ ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഉപദ്രവിച്ചാൽ, ബുദ്ധിമുട്ടിച്ചാൽ, അസ്വസ്ഥമാക്കിയാൽ അവരുടെ ഉള്ളിൽ ആ അസ്വസ്ഥത എത്ര നേരം നിലനിൽക്കണോ, എത്ര മണിക്കൂർ നിലനിൽക്കണോ, എത്ര ദിവസങ്ങൾ അവരുടെ മനസ്സോ ശരീരമോ വേദനിക്കണോ, വിഷമിക്കുന്നു, അവർ ഡിസ്റ്റർബ്ഡ് ആകുന്നിടത്തോളം സമയം നമ്മുടെ മനസ്സിലേക്ക് അവരിൽ നിന്നുള്ള ഊർജ്ജ തരംഗം വരും. അതുകൊണ്ട് ഭഗവാൻ പറയണത്, രാത്രി നിങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? പകൽ ദിനചര്യ പ്രോപ്പറായിരിക്കണം. മനസ്സാ വാച കർമ്മണ സുഖം കൊടുക്കൂ, എന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം. അപ്പം നിങ്ങൾ ബെഡിൽ പോയാൽ തലേണയിൽ തലമുട്ടേണ്ട ആവശ്യമുള്ളൂ, സുഖമായിട്ട് ഉറക്കം വരും. നമ്മൾ ആരുടെ ഉറക്കം കെടുത്തരുത്. മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. നിയമമാണത്. കൊടുത്തതേ കിട്ടും, വിതച്ചതേ കൊയ്യും. അതുകൊണ്ട് ഫുൾ ഡേ കർമ്മക്ഷേത്രത്തിൽ അറ്റൻഷൻ വയ്ക്കുക. പിന്നെ രാത്രി നമ്മൾ ഉറങ്ങാൻ ബെഡിൽ വന്നിരുന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ ബെഡിലിരുന്നുകൊണ്ട് പത്രം വായിക്കരുത്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോൺ, മറ്റൊരു ആക്ടിവിറ്റി, ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിന്നീട് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് എഴുന്നേക്കാനുള്ള അലാറം വയ്ക്കണോ? സെറ്റ് ചെയ്തോളൂ, വിശ്രമത്തിനായി റെഡിയാകൂ. അതിനുശേഷം നമുക്കെപ്പോഴും, കഴിഞ്ഞ ദിവസം പറഞ്ഞുവല്ലോ സിസ്റ്ററെ, ഒരു ബുക്കും പേനയും എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകണം. സന്തത സഹചാരിയായിരിക്കണം. എങ്ങനെ നമ്മൾ നമ്മുടെ വസ്ത്രം, നമുക്ക് കുടിക്കാനുള്ള വെള്ളം എല്ലാം നമ്മൾ ബാഗിൽ കൊണ്ട് നടക്കുന്നു, അതേപോലെ ഇനിയുള്ള ഓരോ ദിവസവും ഒരു ബുക്കും പേനയും എപ്പോഴും കയ്യിൽ വെച്ചോളൂ. ട്രാവലിംഗ് ടൈമിലേക്കാണെങ്കിൽ ഒരു ചെറിയ നോട്ട് വയ്ക്കൂ, ചെറിയ നോട്ടും ഒരു പെന്നും വയ്ക്കൂ. വീട്ടിലാവുമ്പോൾ കുറച്ച് നല്ലൊരു ഡയറി വയ്ക്കൂ. നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം എപ്പോഴും ആ ഡയറി കയ്യിൽ വെച്ചേക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. എഴുതാനും പഠിക്കാനും നമ്മൾ തുടങ്ങിയേ മതിയാകും. എന്നാലേ നമ്മുടെ ചിന്താധാരയിലൊരു മാറ്റം വരുള്ളൂ. പരമാത്മാ അതാണ് പറയുന്നത്. കാരണം ഭഗവാൻ പഠിപ്പിക്കാൻ വന്നിരിക്കുക. ഇത് സംഗമയുഗമാണ്, നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഭഗവാൻ പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നവരാകണം. പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്താണ്? ബുക്കും പേനയും സദാ ഉണ്ടാവണം. രാത്രി ഉറങ്ങുമ്പോഴും ബുക്കും പേനയും ഉപയോഗിച്ചിട്ട് വേണം ഉറങ്ങാൻ എന്നർത്ഥം. എങ്ങനെ ഉപയോഗിക്കണം? എന്താ ചെയ്യുക? രാവിലെ മുതൽ വൈകുന്നത് വരെയുള്ള നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ചാർട്ട് നോട്ട് ചെയ്യണം, പ്രോഗ്രസ് ചാർട്ട്. രാവിലെ മുതൽ വൈകുന്നവരെ എനിക്ക് എന്തെല്ലാം നല്ലത് ചെയ്യാൻ കഴിഞ്ഞു, ഏറ്റവും ബ്രീഫായിട്ട് നോട്ട് ചെയ്യാം. അതിന് എല്ലാവരോടും മനസ്സാ നന്ദി പറയാം. ആരുടെയൊക്കെ കൂടെ ചേർന്ന്, ആരൊക്കെ അതിന് നമുക്ക് സപ്പോർട്ട് തന്നു, എല്ലാവർക്കും ഈശ്വരനോട് നന്ദി പറയാം. നമ്മൾ നമ്മുടെ ശരീരത്തോട് നന്ദി പറയാം. കാരണം ഈ ശരീരത്തിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടല്ലേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റണം. ഇവിടെ ഇതിലേതെങ്കിലും ഒന്ന് ഓഫായാലോ കഴിഞ്ഞില്ലേ ജീവിതം? മനസ്സൊന്ന് താളം തെറ്റിയ, ബുദ്ധിക്ക് എന്തെങ്കിലും മാന്ദ്യം സംഭവിച്ച, കണ്ണോ കയ്യോ കാലോ ഏതെങ്കിലും ഒന്ന് പണി മുടക്കിയ കഴിഞ്ഞില്ലേ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എത്ര പഠിപ്പുണ്ടെങ്കിലും, പൈസ ഉണ്ടെങ്കിലും, സൗന്ദര്യം ഉണ്ടെങ്കിലും, എന്തെല്ലാം ഉണ്ടെങ്കിലും കർമ്മേന്ദ്രിയങ്ങൾ ഏതെങ്കിലും ഒന്ന് പണി മുടക്കിയ നമ്മുടെ ജീവിതം. അതുകൊണ്ട് ദിവസവും അവരവരുടെ ശരീരത്തിനോട് നന്ദി പറയണം. ഇതിൻ്റെ ഇത്രയും സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനെ ആരോഗ്യമാക്കി വെക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ ശരീരത്തെ പീഡിപ്പിക്കുന്ന, ഇതിനെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ദിനചര്യ കൊണ്ടുപോകരുത്. ഇതിൻ്റെ ആരോഗ്യം കേടുവരുത്തുന്ന ഒന്നും കഴിക്കരുത്, കുടിക്കരുത്. ഈ ശരീരത്തിനെ നമ്മുടേതായ ഇഷ്ടത്തിന് ഒരിക്കലും ഭോഗിക്കരുതെന്നർത്ഥം. തോന്നുന്നത് പോലെ ഉപയോഗിക്കരുത്. ഇനി എഴുതുമ്പോൾ എന്തെഴുതണം? പ്ലസ് എല്ലാം എഴുതുക. അതുപോലെ എന്തെങ്കിലും മൈനസ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വീഴ്ചകളോ അബദ്ധങ്ങളോ അത് നോട്ട് ചെയ്യുക. അത് ഈശ്വരനെ എഴുതി വയ്ക്കുക. ഭഗവാനെ, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി. നമ്മൾ ആരോട് തെറ്റ് ചെയ്തു, ആർക്കാണോ നമ്മളുടെ തെറ്റ് കാരണം ബുദ്ധിമുട്ടുണ്ടായ അവരോടും സോറി പറയാം.
നമ്മൾ നമ്മളോടും സോറി പറയണം. എന്താ കാര്യം? ആത്മാവ് ഈ കർമ്മേന്ദ്രിയത്തിലൂടെ തെറ്റ് ചെയ്തു. ഈ ഡ്രൈവർ ഈ വണ്ടിയെ ദുരുപയോഗം ചെയ്തു. നമ്മൾ തന്നെ നമ്മുടെ ചെവിക്ക് പിടിക്കുക. കാരണം നമ്മൾ വിചാരിച്ചാലേ നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റൂ, അല്ലേ? അപ്പോൾ നമ്മൾ ഈശ്വരനോടും ആർക്ക് നമ്മൾ കാരണം ബുദ്ധിമുട്ടുണ്ടായോ അവരോടും സോറി പറയാം. സോറി എഴുതുക, നമ്മൾ നമ്മളോടും സോറി പറയാം. കാരണം എന്ത് കർമ്മം നമ്മളിൽ നിന്നുണ്ടായോ അതിൻ്റെ ഒരു പതിപ്പ് ഇവിടെ ഉണ്ടാകും. ഈശ്വരനോട് സോറി പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്ത തെറ്റങ്ങ് ഇല്ലാതായി. ചിലപ്പോൾ നമ്മൾ പറയില്ല, ദൈവമേ ക്ഷമിക്കണേ. അതിൻ്റെ അർത്ഥം നമ്മൾ ഈശ്വരനോട് പറഞ്ഞതുകൊണ്ട് ദൈവം അങ്ങ് ക്ഷമിച്ചു, നമ്മുടെ ആ തെറ്റങ്ങ് ഇല്ലാതായി തീരും. അങ്ങനെയല്ല. നമുക്കറിയാം വധിച്ചത് കൊയ്യും. പക്ഷേ നമ്മളിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചു പോയാൽ നമ്മൾ എന്തിനാ അത് എഴുതുന്നത്? എന്തിനാ സോറി പറയണത്? ആ ഉണ്ടായ തെറ്റിൻ്റെ ഉണ്ടാക്കുന്ന ഭാരം നമ്മുടെ മനസ്സിൽ നിലനിൽക്കാതിരിക്കാൻ ആ ഭാരം പോകണം. കർമ്മത്തിനൊരു റിട്ടേൺ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫലം നമ്മുടെ അടുത്ത് വരും. വിതച്ചത് കൊയ്തേ മതിയാക്കൂ. ആ കർമ്മത്തിൽ ഭഗവാൻ പറയണ, മക്കളെ എനിക്ക് ഇടപെടാൻ പറ്റില്ല, നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്തെടുക്കും. പക്ഷെ എന്തിനാ എഴുതാൻ പറയണ ഭഗവാൻ? ക്ഷമ ചോദിക്കാൻ പറയണ എന്തിനാണ്? മനസ്സിന്ന് ആ ഭാരം പോകാൻ. രണ്ടാമത് എഴുതി വയ്ക്കുന്നത് നമുക്ക് കാണാൻ, എനിക്കിന്നീ തെറ്റ് പറ്റി, നാളെ ഞാനിത് ആവർത്തിക്കാൻ പാടില്ല. പ്രോഗ്രസീവ് ചാർട്ടാണ്. എനിക്കിത് നോക്കാൻ, കാണാൻ. എന്നിട്ട് നമ്മളത് എഴുതിയിട്ട് ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ഇനി ഇതുപോലുള്ളൊരു തെറ്റ് ഞാൻ നാളെ ആവർത്തിക്കില്ല. അതാണ് പരിവർത്തനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനാണ് നമ്മളിത് എഴുതി വയ്ക്കണം. അപ്പം നമ്മുടെ ശ്രേഷ്ഠമായ ചുവട് ഈശ്വരന് മുന്നിൽ സമർപ്പിക്കുക. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ബ്രഹ്മമുഹൂർത്തത്തിലെ കണി കൊണ്ട് ഉണരുകയാണ് ഈശ്വരനെ. അപ്പം നാളത്തെ ദിവസം ശ്രേഷ്ഠമായ ചൂട് വയ്ക്കാനുള്ള ചാർട്ടാണ് നോട്ട് ചെയ്യണം. നാളെ എനിക്ക് എന്തൊക്കെ ചെയ്യണം അതും എഴുതി വയ്ക്കുക. മുഖ്യമായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, ഒന്നുകിലത് എഴുതാം, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഈശ്വരനോട് പറയാം. അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലസ്സും മൈനസും എല്ലാം ഈശ്വരന് എഴുതി സമർപ്പിച്ച് മനസ്സിൽ എന്ത് ഭാരമുണ്ടോ അത് എഴുതി വയ്ക്കുക. ഈശ്വരനെന്ന രീതിയിൽ സമർപ്പിക്കുക. രാവിലെ നിങ്ങൾക്ക് ആ പേജ് കീറിക്കളയണം തോന്നിയാൽ കളഞ്ഞോളൂ, നോ പ്രോബ്ലം. പക്ഷെ എഴുതി രാത്രി വയ്ക്കണം. അപ്പം മനസ്സിൽ ഭാരം ഉണ്ടാവില്ല. ഇനി ആരോടെങ്കിലും തെറ്റ് സംഭവിച്ചു പോയി, അവർ നിങ്ങളുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അവരോട് സംസാരിച്ച് നിങ്ങളതിനെ ലൈറ്റാക്കും. പറഞ്ഞു കഴിയുമ്പോൾ എന്താവും? നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഭാരം പോവും, അവരുടെ ഉള്ളിൽ നിന്നും ആ ഭാരം പോവും. എത്ര വലിയൊരു സമസ്യയാണെങ്കിലും നമ്മൾ പോയിട്ട് അവരോട് ഒരു സോറി പറഞ്ഞാൽ, എനിക്ക് മനസ്സിലായി, ഉള്ളുകൊണ്ട് തിരിച്ചറിഞ്ഞിട്ട് സോറി പറയുമ്പോൾ എന്തായി? അവരുടെ മനസ്സിൽ നിന്ന് ആ ഭാരം അങ്ങ് പോവും, മഞ്ഞുരുകും പോലെ ഉരുകിപ്പോവും. അതുകൊണ്ട് ഈശ്വരന് മാത്രം എഴുതി വയ്ക്കുക എന്നുള്ളതല്ല, പറയാൻ പറ്റുമെങ്കിൽ വാക്കിലൂടെ അത് ചെയ്യാം. ഇനി നമുക്ക് നേരിട്ട് അവരോട് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നിരിക്കട്ടെ, അപ്പം മനസ്സുകൊണ്ട് അവരോട് പോയിട്ട് സോറി പറയാം ഉറങ്ങുന്നതിന് മുമ്പ്. എന്നിട്ട് ഉറങ്ങാൻ തയ്യാറെടുക്കാം. കിടക്കയിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യണം? മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാം എഴുതി ബുക്കും പെന്നും വെച്ചതിന് ശേഷം അടുത്തത് ചെയ്യേണ്ടത് എന്താണ്? സർവശക്തിവാനായ പരമാത്മാവിനെ വിളിക്കുക. അച്ഛനമ്മയാണല്ലോ, ഒറ്റയ്ക്ക് കിടക്കരുത് ഒരിക്കലും. ഭഗവാനാകുന്ന മാതാപിതാവിനെ കൂടെ വിളിച്ചിട്ട്, ഭഗവാൻ, അച്ഛനമ്മ രണ്ട് സൈഡിലുണ്ട്, ഞാൻ നടുക്കാണ്. കുട്ടിയാണല്ലോ ഞാൻ, സർവേശ്വരൻ്റെ കുട്ടിയല്ലേ. ഭഗവാനെ കൂടെ വിളിച്ചിട്ട് ഭഗവാനോടൊപ്പം കിടക്കൂ. അതിനുവേണ്ടി എന്ത് ചെയ്യുക? ആ പരംജ്യോതി പരമ്പൊരുൾ ഭഗവാൻ സർവശക്തിയുടെ കിരണങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക്, നമ്മൾ കിടക്കുന്ന സ്ഥലത്തേക്ക്, നമ്മുടെ കട്ടിലിന് ചുറ്റും, എവിടെയാണോ കിടക്കണത്, പായിലാണെങ്കിൽ അവിടെ, നമുക്ക് ചുറ്റും പരമാത്മാവിൻ്റെ കിരണങ്ങൾ, ശിരസ് മുതൽ ഈശ്വരീയ ശക്തിയുടെ കിരണങ്ങൾ കൈകൾ പോലെ നമുക്ക് ചുറ്റും കാണാം. ഭഗവാന്റെ ആ സർവശക്തി കിരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു കുട, ഒരു കോട്ട നിർമ്മിക്കുക. മനസ്സാ ഈശ്വരീയ ശക്തിയുടെ കിരണങ്ങളുടെ കോട്ട എനിക്ക് ചുറ്റും, എൻ്റെ കിടക്കയ്ക്ക് ചുറ്റും, റൂമിൽ ഫുള്ള്, വീട്ടിലുള്ള എല്ലാവർക്കും ചുറ്റും ആ കുടക്കീഴിൽ പരമാത്മാവിൻ്റെ ആ കുട വീടിന് ചുറ്റും, അയൽ വീടുകൾക്കെല്ലാം, എല്ലാ ബന്ധുമിത്രാദികൾക്കും, നാടിന് മുഴുവൻ, വിശ്വം മുഴുവൻ പരമാത്മാവിൻ്റെ കുടക്കീഴിൽ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങട്ടെ, എല്ലാവരും സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ, എല്ലാവരും സുരക്ഷിതമായിട്ട് ഉറങ്ങട്ടെ.
എല്ലാവരും മനസ്സമാധാനത്തോടെ ഉറങ്ങട്ടെ. എല്ലാവരും ഭഗവാന്റെ കുടക്കീഴിൽ സമാധാനമായി, സുരക്ഷിതമായി, സുഖമായി ഉറങ്ങട്ടെ. ഞാനും ഭഗവാനോടൊപ്പം ഉറങ്ങാണ്. അങ്ങനെ സർവശക്തിവാനെ ഭഗവാന്റെ കുടക്കീഴിൽ അങ്ങനെ ഇരുന്നൊരു 10 മിനിറ്റ് കിടക്കയിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യും. മനസ്സിൽ കാണണം. കണ്ട് 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്ത് അങ്ങനെ ഉറങ്ങും. അപ്പോൾ എന്താവും? രാവിലെ ഉണരുമ്പോഴും രാത്രി ആരെ കണ്ടുകൊണ്ട് ഉറങ്ങി? സർവേശ്വരൻ. അപ്പോൾ രാവിലെ കണ്ണു തുറക്കുമ്പോഴും ആരെ തന്നെ കാണും? സർവേശ്വരനെ കണി കണ്ടു ഉണരാൻ പറ്റും. നാളത്തേക്കൊരു നല്ല സുപ്രഭാതത്തിനുള്ള നല്ല സങ്കല്പങ്ങൾ ഭഗവാനോട് പറഞ്ഞിട്ട് ഉറങ്ങും. എനിക്ക് നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഭഗവാനെ കണി കണ്ടുണരണം. ആ ഒരൊറ്റ ആശയോടെ വേണം ലാസ്റ്റ് ഉറങ്ങാൻ. ഞാൻ ഉറങ്ങണത് എന്തിനാ? രാവിലെ കണി കണ്ടുണരാൻ വേണ്ടി. ഓം ശാന്തി. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഉറങ്ങാനായുള്ള തയ്യാറെടുപ്പുകൾക്ക് ശേഷം കിടക്കയിലിരുന്ന് ആദ്യം ഒരു ഡയറിയും പെന്നും എടുത്ത് ഇന്നത്തെ ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നത് വരെയുള്ള ലാഭനഷ്ട കണക്കുകൾ നോട്ട് ചെയ്യും. എന്തെല്ലാം പ്ലസ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു, എന്തെങ്കിലും മൈനസുകൾ ഉണ്ടായിപ്പോയോ, അതിനാൽ മനസ്സിലെന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഈശ്വരന് എഴുതി സമർപ്പിക്കും. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആവർത്തിക്കാതിരിക്കാനായി ഉറച്ച തീരുമാനം എടുക്കും. കൂടെയുള്ളവരാണെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അബദ്ധം കൊണ്ട് അവരുടെ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിപ്പോയെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ച് സ്വന്തം മനസ്സിനെയും അവരുടെ മനസ്സിനെയും ഭാരരഹിതമാക്കൂ ഉറങ്ങുന്നതിന് മുൻപ്. നേരിട്ട് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് അവരോട് സംസാരിക്കും, മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കും. ആരുടെയെങ്കിലും പെരുമാറ്റം കാരണം സ്വന്തം മനസ്സ് അസ്വസ്ഥമായിട്ടുണ്ടെങ്കിൽ, ഭാരിച്ചതായി തോന്നുന്നുവെങ്കിൽ ഉള്ളുകൊണ്ട് അവരോട് ക്ഷമിച്ച് ഭാരം ഇറക്കി വയ്ക്കും. ഭഗവാനോട് സംസാരിച്ച് അവരോടും മനസ്സുകൊണ്ട് സംസാരിച്ച് മനസ്സിനെ ലൈറ്റാക്കും. അന്നത്തെ ദിവസത്തെ പ്രോഗ്രസ് ചാർട്ട് ഇന്നെനിക്ക് എന്തൊക്കെ നല്ലത് ചെയ്യാൻ കഴിഞ്ഞു, മുഴുവൻ ദിവസവും എത്രത്തോളം സഫലമാക്കാൻ കഴിഞ്ഞു, അതിനെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്
ഉറങ്ങാനായി. കിടക്കയിലിരുന്നുകൊണ്ട് ഡയറിയും പെന്നുമെല്ലാം മാറ്റിവെച്ച് അല്പസമയം ധ്യാനം ചെയ്തിട്ട് ഉറങ്ങും. മനസ്സുകൊണ്ട് ഈശ്വരൻ്റെ അടുത്തേക്ക് പോകും. സമ്പൂർണ്ണ നിശബ്ദതയിൽ കുടികൊള്ളുന്ന പരമ്പൊരുൾ, പരമപ്രകാശം, സർവശക്തിവാൻ അടുത്ത് പോയി മുഴുവൻ ദിവസത്തിൻ്റെയും ചാർട്ട് ഈശ്വരന് മനസാ സമർപ്പിക്കും. ആ പരമചൈതന്യത്തെ വീട്ടിലേക്ക് ക്ഷണിക്കും, സ്നേഹത്തോടെ വിളിക്കും. ഭഗവാനാകുന്ന മാതാപിതാവിനെ കൂട്ടിക്കൊണ്ടുവരും. മനസ്സിലാ ദൃശ്യം കാണും. സർവശക്തിവാൻ, സൂക്ഷ്മാതിസൂക്ഷ്മമായ പരംജ്യോതി തൻ്റെ സർവശക്തി കിരണങ്ങൾ സൂര്യ തേജസ് പോലെ നാനാഭാഗത്തേക്കും പരത്തിക്കൊണ്ട് താഴേക്ക് എൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക്, കിടക്കയിലേക്ക്, എനിക്ക് ചുറ്റും സർവശക്തിയുടെ കിരണങ്ങൾ ഒരു കുട പോലെ ശിരസിനു ചുറ്റും ഫീൽ ചെയ്യും. 1000 കരങ്ങൾ പോലെ സർവശക്തിവാൻ്റെ കിരണങ്ങൾ മനസ്സിനും ശരീരത്തിനും കുടയായി. പരമാത്മ കുടക്കീഴിലാണ് ഞാൻ. സമ്പൂർണ്ണ സുരക്ഷിതത്വം ഫീൽ ചെയ്യും. സർവശക്തിവാൻ്റെ 1000 കരങ്ങൾക്കുള്ളിൽ ഭഗവാന്റെ കരവലയത്തിനുള്ളിലാണെന്ന് അനുഭവം ചെയ്യും. ഇനി ആ കുട സർവശക്തിവാന്റെ കിരണങ്ങൾ കിടക്കയ്ക്ക് ചുറ്റും, റൂം മുഴുവൻ, വീട്ടിലെല്ലാവർക്കും, വീടിന് ചുറ്റും സർവശക്തിവാന്റെ കിരണങ്ങൾ ഒരു കോട്ട പോലെ സർവരും സർവേശ്വരൻ്റെ കുടക്കീഴിൽ കോട്ടയ്ക്കുള്ളിൽ സമ്പൂർണ്ണ ശാന്തിയോടെ, സമാധാനത്തോടെ നിദ്ര പോകുകയാണ്.
എല്ലാവർക്കും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയണം. രക്ഷകൻ്റെ രക്ഷയ്ക്കുള്ളിലാണെന്ന അനുഭൂതി. ഇനി ആ കിരണങ്ങൾ, സർവശക്തിവാന്റെ കിരണങ്ങൾ കൈകൾ പോലെ നീണ്ട് നീണ്ട് അതതിവിശാലമാകുകയാണ്. വീടിന് ചുറ്റും ഓരോരോ വീടുകളിലേക്കും കുടുംബങ്ങളിലേക്ക് ചുറ്റുപാടുമുള്ള മുഴുവൻ പ്രദേശത്തേക്ക് നാട് മുഴുവൻ, ജില്ല മുഴുവൻ, സംസ്ഥാനം മുഴുവൻ, ഭാരതമെമ്പാടും സമസ്ത വിശ്വത്തിലേക്കും സർവശക്തികളുടെ കിരണങ്ങൾ കരങ്ങളായി ഭൂമിക്ക് ചുറ്റുമൊരു കുടയായി, കോട്ടയായി, സർവശക്തിവാന്റെ കരങ്ങൾക്കുള്ളിൽ, വിശ്വരക്ഷകൻ്റെ കരങ്ങൾക്കുള്ളിൽ സർവരും സുരക്ഷിതരായി മനഃശാന്തിയോടെ വിശ്രമിക്കുകയാണ്. സർവാത്മാക്കൾക്കും മംഗളമുണ്ടാകും. സർവർക്കും, സർവരും ഭഗവാന്റെ കോട്ടയ്ക്കുള്ളിലാണ്. വിശ്വപിതാവിൻ്റെ കരങ്ങൾക്കുള്ളിലാണ്. ഓം ശാന്തി.